നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും ഒരു മലയാള സിനിമയുടെ മ്യൂസിക് ലോഞ്ച് ഒരു ടെലിവിഷൻ പ്രോഗ്രാമായി അവതരിപ്പിക്കപ്പെടുന്നത്. വെൽക്കം ടു കല്യാൺ സിൽക്സ് മാതൃഭൂമി മ്യൂസിക് ഇന്ത്യൻ റുപ്പി മ്യൂസിക് ലോഞ്ച്. ഇന്ത്യൻ റുപ്പി നിറയെ പണം സമ്പാദിക്കണം, അതൊക്കെ നമ്മുടെയൊക്കെ ആഗ്രഹമാണ്, ചെറിയ ചെറിയ മോഹങ്ങളാണ്. നിറയെ പണം സമ്പാദിക്കണമെന്ന ആഗ്രഹമുള്ള ഒരു യുവാവിൻ്റെ കഥയാണ് ഇന്ത്യൻ റുപ്പി. ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക് ലോഞ്ചാണ് നിങ്ങൾക്ക് മുന്നിൽ നടക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ സംവിധായകൻ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ തന്നെ. പ്രൊഡ്യൂസറായിട്ടും റൈറ്ററായിട്ടും പിന്നെ അഭിനേതാവായിട്ടും ഡയറക്ടറായിട്ടും ഓഫ് കോഴ്സ് മലയാള സിനിമ ലോകത്ത് മിന്നി തിളങ്ങി നിൽക്കുന്ന ശ്രീ രഞ്ജിത്തേട്ടൻ. യെസ്, രഞ്ജിത്തേട്ടനെ സ്റ്റേജിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. രഞ്ജിത്തേട്ടന് വേണ്ടി ഒരു ചെറിയ ഓഡിയോ വിഷ്വൽ ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഓഡിയോ വിഷ്വലിലേക്ക് കിടക്കാം. രഞ്ജിത്തേട്ട, ഈ സിനിമയെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഫാക്റ്റ് ഇപ്പോൾ സിനിമ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ഏകദേശം പൂർത്തിയായി അല്ലേ? ഈ സിനിമയെക്കുറിച്ച് രണ്ട് വാക്കൊന്ന് പറയൂ. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ഇതിൻ്റെ ഇന്ത്യൻ റുപ്പി എന്ന ടൈറ്റിൽ എന്തുകൊണ്ടാണ്? നമസ്കാരം. കൽപ്പറ്റയിലെ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ കൂട്ടത്തിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ധന്യ വർമ്മയെ ഒന്ന് സമീപിക്കുന്ന നന്നായിരിക്കും. അവർ വയനാട്ടിൽ എന്തോ വീട് വെച്ച് താമസിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ കൊള്ളാവുന്ന മിടുക്കന്മാരുണ്ടെങ്കിൽ ഇന്ന് തന്നെ കച്ചവടം നടക്കാം എന്നെനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നോട്ട് എ ബാഡ് ഐഡിയ. ഞാനത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ റുപ്പിയിലെ കേന്ദ്ര കഥാപാത്രം ജയപ്രകാശ് അത് അവതരിപ്പിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജാണ്. പൃഥ്വിരാജിൻ്റെ തൊഴിൽ ഇതാണ് ആ സിനിമയിൽ. അയാളൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്. ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറിൻ്റെ കഥ സിനിമയാവുമ്പോൾ അതിന് ഈ കാലത്ത് ഇന്ത്യൻ റുപ്പി എന്നല്ലാതെ എന്ത് പേരാണ് ഇടേണ്ടത് എന്നാണ് എൻ്റെ മറു ചോദ്യം. തീർച്ചയായും മാതൃഭൂമി കുടുംബത്തിനോട് നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു സായാഹ്നം എൻ്റെ സിനിമയ്ക്ക് അതിൽ എൻ്റെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഒരുക്കിയതിൽ.
എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ആദ്യത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് എന്നൊക്കെ പറയുന്ന ആദ്യമായി സംഭവിക്കുന്നതായിരിക്കും. കാരണം ഞാനങ്ങനെ ഈ സിനിമയിലെ പാട്ട് ചിത്രീകരണത്തിലൊന്നും മിടുക്കനില്ലാത്ത ഒരാളാണ്. സംഗീതത്തിനോടുള്ള സ്നേഹം കൊണ്ട് ഭാഗ്യവശാൽ കുറച്ച് നല്ല പാട്ടുകൾ, അത് രവീന്ദ്രൻ മാഷടക്കം ആ കൂട്ടത്തിൽ കുറേയധികം പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിനകത്ത് രവീന്ദ്രൻ മാഷുണ്ട്, വിദ്യാസാഗറുണ്ട്, ജോൺസണുണ്ട്, കുറേയധികം പേർ. ഈ സിനിമയിലെത്തുമ്പോൾ മലയാള സംഗീത ലോകത്തിന്, ചലച്ചിത്ര സംഗീത ലോകത്തിന് ഗായകൻ എന്ന നിലയിൽ അറിയാവുന്ന, ഗസൽ സംഗീത ശാഖയെ സ്നേഹിക്കുന്നവർക്ക് മികച്ച ഗായകനായി അറിയുന്ന ഷഹബാസ് അമൻ എന്ന എൻ്റെ സഹോദര സ്ഥാനീയനായ സുഹൃത്താണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഈ ചിത്രത്തിൽ ഗാനങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി തീർന്നപ്പോൾ ഷഹബാസും ഞാനും കൽപ്പറ്റ തൃക്കേപ്പറ്റക്കടുത്തുള്ള വെള്ളിത്തോട് എന്ന സ്ഥലത്ത്, അവിടുത്തുകാരാരോ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലാതെ ഇങ്ങനെ ഒരു കയ്യടി വരേണ്ട കാര്യമില്ല. എന്തിനായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശശി, അദ്ദേഹത്തിൻ്റെ അവിടെയുള്ളൊരു കാപ്പിത്തോട്ടത്തിലെ എന്താ പറയുക, ഒരു വുഡൻ ഷാക്കിനകത്ത് ഞാനും ഷഹബാസിൻ്റെ കൂടെ അയാളുടെ പ്രിയപ്പെട്ട സംഗീത ഉപകരണം ഹാർമോണിയം ഉണ്ടായിരുന്നു. അതൊരു 2 പകലുകളും 2 രാത്രികളും നീണ്ട സംഗീത ഒരു സതിര് തന്നെയായിരുന്നു. അന്ന് അപ്രതീക്ഷിതമായ അതിഥികളൊക്കെ എത്തിയ രാത്രിയായിരുന്നു. അന്ന് കോഴിക്കോട് പോലീസ് കമ്മീഷണറായിരുന്ന പി വിജയൻ, വയനാട്ടിലെ പോലീസ് SP ആയിരുന്ന സ്പർജൻ കുമാർ. പോലീസുകാരുടെ, ഞാൻ ഓർക്കുന്നത് ശ്രീനിവാസൻ്റെ പഴയ ഡയലോഗാണ്, കാക്കിക്കുള്ളിലും കലാഹൃദയമുണ്ട് എന്ന് പറഞ്ഞിട്ട് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സാക്ഷി നിർത്തി ഈ സംഗീത രാവ് തീർന്ന ദിവസമാണ് ഇന്ത്യൻ റുപ്പിയിൽ ഗാനങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ തീരുമാനിച്ചതും ഷഹബാസ് തന്നെയായിരിക്കണം അതിൻ്റെ സംഗീതം ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചതും. അതേ കൽപ്പറ്റയിൽ തന്നെ ആ സിനിമയുടെ ഓഡിയോ ലോഞ്ച് വരുന്നു എന്ന് പറയുന്നത് കേവല യാദൃശ്ചികതയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മണ്ണ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹമായി ഞാനതിനെ സ്വീകരിക്കുന്നു.